നമ്മുടെ ഈ ഗവൺമെന്റും അല്ലെ, നമ്മുടെ ഈ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് എന്നല്ല, ഇവിടെ ഭരിക്കുന്ന ഏതൊരു ഗവൺമെന്റ് ആണെങ്കിലും ജുഡീഷ്യറി, ഇതെല്ലാം വെറും കളിപ്പാവകൾ മാത്രമാണ്. കളിപ്പാവകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിച്ച് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ബാഹ്യേന്ദ്ര ശക്തി, അമേരിക്ക ഇതുപോലത്തെ വളരെ ഫോറിൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ഇവരുടെ എല്ലാം വെറും കളിപ്പാവകൾ മാത്രമാണ്. ഈ ജുഡീഷ്യറി ആണെങ്കിലും, ഈ പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും, നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും, അവരുടെ നിയമങ്ങളാണെങ്കിലും, ഇതെല്ലാം അതുകൊണ്ട് എന്താ നമുക്ക് ഗുണം വേറൊന്നുമില്ല. നമ്മുടെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ക്രൈംസ് അല്ലെ, പീഡനം, കൊലപാതകം, മോഷണം, പിന്നെ യാതൊരുവിധ മനസാക്ഷിയില്ലാത്ത പലതരത്തിലെ ക്രൈംസ്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ, 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ പീഡിപ്പിച്ചു തുടങ്ങി. ഒരിക്കലും നമ്മളിങ്ങനെ ആയിരുന്നില്ല. അതായത് നമ്മുടെ ഭാരതം ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ സ്ത്രീകളെ വളരെ വളരെ പരിശുദ്ധമായിട്ടൊരു ദൈവത്തിനെ പോലെ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് ഇപ്പോ അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു, സഹോദരൻ മകളെ പീഡിപ്പിക്കുന്നു, അതോടൊപ്പം പലതരത്തിലെ പീഡനങ്ങൾ അല്ലെ, ടീച്ചർ സ്റ്റുഡൻസിനെ പീഡിപ്പിക്കുന്നു. ഇതെല്ലാം സ്വത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ കഴുത്ത് മുറിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു യോഗിസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഇനി കേൾക്കുന്നത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതൊന്നും യാതൊരുവിധ ക്രൈം അല്ല, ഇതെല്ലാം ഓക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നടക്കുന്നൊരു സംഭവമാണെന്ന് എല്ലാവിധ മനുഷ്യരുടെ ഉള്ളിൽ ഇവർ ഫീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പീഡനത്തിന്റെയൊക്കെ ഏറ്റവും പ്രൈമറി തീരം വേറൊന്നുമല്ല, അമേരിക്ക ഇതുപോലത്തെ ആൾക്കാരുടെ പ്രോൺ സൈഡ്സ് ഉണ്ട്. അതായത് ആ ഒരു സൈഡിൽ നമ്മൾ കാണുന്നത് നമ്മുടെ എല്ലാവിധ റിലേഷൻസും ഉൾപ്പെടുത്തിക്കൊള്ള വീഡിയോസ് ആയിരിക്കും അല്ലെ, സ്റ്റെപ്പ് ഫാദർ അല്ലെങ്കിൽ മദർ, ഫ്രണ്ട്, സിസ്റ്റർ, അങ്ങനെ പല തരത്തിൽ. ഇതെല്ലാം അപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതൊന്നും യാതൊരുവിധ പ്രശ്നമല്ല എന്ന് ഫീഡ് ആവും കുട്ടികളുടെ മനസ്സിൽ. ഓക്കെ, അവർക്ക് യാതൊരുവിധ ധർമ്മജ്ഞാനം ആരും പറഞ്ഞു കൊടുക്കാനില്ല. ഓക്കെ, അപ്പൊ അവരത് കണ്ടു കഴിയുമ്പോൾ അവർക്കത് ഫീഡായി. അതോടൊപ്പം തന്നെ അവർക്ക് വളരെ വളരെ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നു അല്ലെ, ഡ്രഗ്സും കാര്യങ്ങളല്ല. ഇതെല്ലാം ഇങ്ങോട്ട് ഒഴുകുന്നത് ഗവൺമെന്റ്, ജുഡീഷ്യറി എല്ലാവരുടെയും എന്താ പറയാ കൺമുമ്പിൽ കൂടി തന്നെയാണ്. അവര് വിടുന്നതെന്ന് വെച്ചാൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, കാരണം ഇവരെ നിയന്ത്രിക്കുന്ന അവരാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഇതെല്ലാം നിയന്ത്രിച്ചും ഇതെല്ലാം നിർത്താനും ഉടനെ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ഇവിടെ വരുന്നതാണ്. കാരണം ഈ ഒരു മാരകമായ വലയത്തിൽ ഇപ്പോ ഇന്ത്യ മാത്രമേ ഉള്ളൂ. കാരണം ഇന്ത്യയിലെല്ലാം ഭരിക്കുന്നത് അപ്പൂപ്പന്മാരാണ് അല്ലെ. അപ്പൂപ്പന്മാർക്ക് പണം കിട്ടിയാൽ മതി, പണവും സുഖവും മാത്രം കിട്ടിയാൽ മതി. യാതൊരുവിധ ആൾക്കാരുടെ നന്മയോ അല്ലെങ്കിൽ അവരുടെ യാതൊരുവിധ കാര്യം അവർക്ക് പണം കിട്ടിയാൽ മതി. അപ്പൊ പണം കൊടുക്കാനാണെങ്കിൽ ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പണമുള്ള അമേരിക്ക ഇതുപോലത്തെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചൈന, ജപ്പാൻ അല്ലെങ്കിൽ നമ്മുടെ ഒമാൻ, UAE ഇവരെല്ലാവരും നിയമങ്ങളും എല്ലാം മാറ്റിയല്ലേ. അവിടെ യാതൊരുവിധ പെണ്ണുങ്ങളെയോട്ടോ ആരെങ്കിലും ഒരു പ്രോൺ സൈറ്റ് പോലും ഇല്ല അവിടെ. അപ്പൊ ഇതെല്ലാം ചിന്തിക്കണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആൾക്കാർ അവിടുത്തെ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റി. പക്ഷെ നമ്മളിപ്പോഴും ആ ഒരു പഴയ സിസ്റ്റം 1947 അവർ പോയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോഴും അവരുടെ ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ പിടിച്ചോണ്ടിരിക്കുക. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും അല്ലെ, ഇനി യാതൊരുവിധ ജോലി ഇവിടെ കിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരും ഇപ്പൊ എഞ്ചിനീയറിംഗും ഡോക്ടറും പഠിച്ചോണ്ടിരിക്കുക. കാരണം ചൈനയിലെല്ലാം ഡോക്ടറൊന്നും വേണ്ട, അവിടെ എല്ലാം AI വന്ന് റോബോട്ട്സ് ആയി കഴിഞ്ഞു. ഓക്കെ, നമുക്കറിയില്ല. പക്ഷെ അപ്പൂപ്പന്മാരാണ് നമ്മൾ ഭരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഈ അപ്പൂപ്പന്മാരുടെ കയ്യിൽ നിന്ന് ഭരണം ഞങ്ങൾ മേടിക്കുന്നതാണ്. ഓക്കെ.